നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിത കാലയളവിൽ തൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഒരു വലിയ പുരുഷാരം, ഒരു വലിയ ജനക്കൂട്ടം യേശുവിനൊപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്നു. അവരിൽ പലരും യേശുവിൻ്റെ സുവിശേഷങ്ങൾ കേൾക്കാനും, പലരും യേശുവിനൊന്ന് കാണാനും, പലരും യേശുവിൻ്റെ വിടുതലുകൾ, സൗഖ്യങ്ങൾ കാണാനും, പലരും അവനെ പരീക്ഷിക്കാനും, അങ്ങനെ വ്യത്യസ്തമായ ചിന്താഗതികളോടെയാണ് ഈ ജനക്കൂട്ടം യേശുവിനെ പിന്തുടരുന്നത്. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തരായി രണ്ടു പേരെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തിൽ യേശുവിനെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന അനേകരുണ്ട്. അവരിൽ നിന്ന് നാം എപ്രകാരം വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ് ഈ രണ്ടു പേരിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കുള്ളൻ സക്കായിയാണ്. സക്കായിയുടെ ആഗ്രഹം താൻ ആ ദേശത്ത് കേട്ട യേശു എന്ന വ്യക്തിയെ, യേശു എന്ന സുവിശേഷകനെ, യേശു എന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന വ്യക്തിയെ ഒന്ന് കാണണം എന്ന് മാത്രമായിരുന്നു. തന്നെ യേശുവിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കാതെ യേശുവിനെ ഒന്ന് കാണുവാൻ താനൊരു കാട്ടത്തിമരത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന് യേശുവിനെ താൻ ദർശിക്കുകയാണ്. യേശുവിൻ്റെ പ്രസംഗങ്ങൾ താൻ കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ യേശു സക്കായിയുടെ അടുത്തേക്ക് കടന്നു വന്ന് സക്കായിയെ വിളിച്ച് അവൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇവിടെ മറഞ്ഞിരുന്നു കൊണ്ട് യേശുവിനെ അനുഭവിക്കുവാൻ, കേൾക്കുവാൻ, കാണുവാൻ സക്കായി ശ്രമിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ സക്കായി എന്ന വ്യക്തിയുടെ മനോഭാവത്തെയാണ് നമുക്ക് കാണിക്കുന്നത്. താനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ്, താൻ യേശുവുമായി അടുക്കാൻ സാധ്യതയില്ലാത്തവനാണ് എന്ന് തിരിച്ചറിഞ്ഞ്, യേശു എന്നെ ഒരിക്കലും കാണാൻ പാടില്ല എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടി മറഞ്ഞിരുന്നു കൊണ്ട്, എന്നാൽ യേശുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹം, യേശുവിനെ അനുഭവിച്ചറിയാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സക്കായി മറഞ്ഞിരുന്നു കൊണ്ട് യേശുവിനെ കാണുകയാണ്. രണ്ടാമത്തെ വ്യക്തി രക്തസ്രാവക്കാരിയായ സ്ത്രീയാണ്. ഒരു വലിയ പുരുഷാരം യേശുവിനെ തള്ളി തിരക്കിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് വിശ്വാസത്താൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് അവനിൽ നിന്നും ശക്തി പ്രാപിച്ച ഒരു വ്യക്തിത്വമാണ് രക്തസ്രാവക്കാരി സ്ത്രീ. ആ സ്ത്രീക്ക് ചുറ്റും അനേകരുണ്ടായിരുന്നു. അവർ രോഗികളുണ്ടായിരുന്നു, ബലഹീനരുണ്ടായിരുന്നു, വിടുതൽ വേണ്ടിയവരുണ്ടായിരുന്നു, സൗഖ്യം വേണ്ടിയവരുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യേശുവിനെ അറിയിക്കാതെ യേശുവിൽ നിന്നും ശക്തി പ്രാപിച്ചെടുത്ത ഒരു വ്യക്തിത്വമാണ് രക്തസ്രാവക്കാരി സ്ത്രീ. ഇവർ രണ്ടുപേരും യേശു എന്നെ കാണാൻ പാടില്ല, യേശു എന്നെ തിരിച്ചറിയാൻ പാടില്ല എന്ന മനോഭാവത്തോടുകൂടി തങ്ങളുടേതായ ആഗ്രഹം, തങ്ങളുടേതായ രോഗസൗഖ്യം നേടിയെടുക്കാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കേക്ക് കടന്നുപോയവരാണ്. യേശു എന്നെ കാണാൻ പാടില്ല, യേശു എന്നെക്കുറിച്ച് അറിയാനും പാടില്ല, ജനക്കൂട്ടം എന്നെ കാണാൻ പാടില്ല, ജനക്കൂട്ടം എന്നെ അറിയാൻ പാടില്ല. ആ തിക്കിനും തിരക്കിനും ഇടയിൽ നിന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെന്ന് വിശ്വാസത്തോടെ തൊട്ട് സൗഖ്യം പ്രാപിച്ച് അവിടെ നിന്നും മടങ്ങാൻ ശ്രമിക്കുന്ന സ്ത്രീ. ആ വലിയ ജനക്കൂട്ടത്തിനിടയിൽ കാട്ടത്തിമേൽ മറഞ്ഞിരുന്ന് യേശുവിൻ്റെ പ്രസംഗമൊന്ന് കേൾക്കാൻ ശ്രമിക്കുന്ന സക്കായി. ഇവർ രണ്ടുപേരും നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ തുറന്ന് കാണിച്ചുകൊണ്ടാണ് യേശുവിനേക്കാളേറെ പലപ്പോഴും പല പ്രസംഗങ്ങളിലും നമ്മുടെ പല സാക്ഷ്യങ്ങളിലും നമ്മൾ യേശു ചെയ്യുന്ന പ്രവൃത്തികളെക്കാളേറെ, യേശു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്ഭുതത്തെക്കാളേറെ, യേശു നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ആ കരുണയേക്കാളേറെ, യേശു നമുക്ക് നൽകി തന്ന വിടുതലിനേക്കാളേറെ നമ്മളെ തന്നെ ജനത്തിന് മുമ്പിൽ, നമ്മളെ തന്നെ ആ സുവിശേഷത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനാണ് നാം ശ്രമിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയാൽ, എൻ്റെ ഉപവാസത്താൽ, ഞാൻ ചെയ്ത പ്രവൃത്തിയാൽ, എൻ്റെ മിടുക്കിനാൽ ഇത് എന്നിൽ സംഭവിച്ചു എന്നുള്ളതാണ് നാം മുന്നോട്ട് വയ്ക്കാൻ പലപ്പോഴും പല വ്യക്തികളുടെയും സാക്ഷ്യങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. യേശുവിനേക്കാളേറെ നാം നമ്മെ തന്നെ ഉയർത്തുമ്പോൾ
നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ തുറന്ന് കാണിക്കുമ്പോൾ, നമ്മുടെ മിടുക്കുകൾ, നമ്മുടെ കഴിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ തുറന്ന് കാണിക്കുമ്പോൾ, യേശുവിൻ്റെ നാമമല്ല നമ്മുടെ ജീവിതത്തിൽ മഹത്വം എടുക്കുന്നത്. നമ്മുടെ സ്വയമായ സ്വാർത്ഥതയാണ് നമ്മുടെ ജീവിതത്തിൽ മഹത്വം എടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നെങ്കിൽ, ഒരു സൗഖ്യം നടന്നെങ്കിൽ, അതേതെങ്കിലും വ്യക്തിയുടെയോ അത് നമ്മുടെ തന്നെയോ ആയ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമല്ല. അത് യേശുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു കരുണയാണ്, ഒരു കൃപയാണ്. യേശു നമുക്ക് നൽകുന്ന വിടുതലാണ്. അവിടെ മഹത്വം എടുക്കേണ്ടത് നമ്മുടെ നാമമല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ ആരാധനയല്ല, നമ്മുടെ വിശുദ്ധ ജീവിതമല്ല, യേശുക്രിസ്തുവിൻ്റെ നാമമാണ് മഹത്വം എടുക്കുക. അപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമം ആ പ്രവൃത്തിയിൽ മഹത്വം എടുക്കുമ്പോൾ അവിടെ മറ്റൊരാളിലൂടെ ആ യേശുവിൻ്റെ നാമം പകരപ്പെടുകയാണ്. അവിടേക്ക് യേശുവിലേക്ക് അനേകർ വന്നു ചേരുവാൻ ഇടയാക്കുകയാണ്. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന യേശുവിനെ ജനക്കൂട്ടമറിയാതെ സ്പർശിച്ച്, ജനക്കൂട്ടമറിയാതെ യേശുവിനെ കാണാൻ ശ്രമിച്ച് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരാണ് കുള്ളൻ സക്കായിയും രക്തസ്രാവക്കാരിയായ സ്ത്രീയും. നാമും അപ്രകാരമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുമ്പോൾ, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ അത് നമ്മുടെ നാമം ഉയർത്തുവാനല്ല, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം ഉയർത്തുക, നമ്മെ വിടുവിച്ചവൻ്റെ നാമം ഉയർത്തുക. നമുക്ക് ഈ ദിനങ്ങളിൽ ശ്രമിക്കാം. സ്വയം നമുക്ക് താഴ്മയുള്ളവരായിരിക്കാൻ, ഞാനോ കുറയണം, യേശു എന്നിൽ വളരണം എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടെ, ആ പ്രാർത്ഥനയോടെ, ആ ആഹ്വാനത്തോടെ ഈ ചെറിയ ചിന്ത ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.